ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. 2026 റിലീസ് ചെയ്ത ഒരു മലയാള കൊച്ചു ചിത്രമാണ് സുഖമാണ്. അതായത് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്, ഒരു ഷോർട്ട് ഫിലിമിനെ നീട്ടി ഒരു സിനിമയാക്കാൻ വേണ്ടി സംവിധായകൻ അരുൺലാൽ രാമചന്ദ്രൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പറയാനുള്ളത്. ഈ സിനിമയിൽ മെയിൻ ലീഡ്സിൽ വരുന്നത് നമ്മളെ മാത്യു തോമസ്, ദേവിക സഞ്ജയ്, ജഗദീഷ്, സ്പടികൻ ജോർജ്, നോബി മാർക്കോസ്, അങ്ങനെ കുറേ പേരൊക്കെ വരുന്നുണ്ട്. ഈ സിനിമയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ഡെലൂലു ടൈപ്പ്, അതായത് നമ്മൾ ആരോ ഒരു ട്രോളിലൊക്കെ പറഞ്ഞ പോലെ നിവിൻ പോളിയുടെ സർവമായ എന്നതുപോലെ മാത്യു തോമസിൻ്റെ സർവമായ ഒരു ഡെലൂഷണൽ ടൈപ്പാണ്. അതായത് ഈ മരിച്ചുപോയവരുടെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ട്രബിൾ മൈൻഡ് അവരിങ്ങനെ വരുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള കുറച്ച് ടിപ്പിക്കൽ തോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയായിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. അതായത് ഈ സിനിമയിൽ തിയോ എന്ന ഒരു ക്യാരക്ടർ നെയിമിലാണ് മാത്യൂസ് വരുന്നത്. ഒരു ഡ്രൈവറാണ്. എന്താ പറയുക, ഒരു ലോൺലി ആയിട്ടുള്ള, എപ്പോഴും മൂടിയായിട്ട് ഇങ്ങനെ അടഞ്ഞ് ചടഞ്ഞ് ഒരു ഉഷാറും ഇല്ലാതെ ഇൻട്രോവേർട്ടായിട്ടിരിക്കുന്ന ഒരു പയ്യൻ. ആ ഒരു ക്യാരക്ടറാണ്. അതായത് ഒരു അമ്മയും അച്ഛനും ഇല്ലാത്ത, അതായത് ഒരു ടിപ്പിക്കൽ ക്ലീഷേ ബാക്ക് സ്റ്റോറി ഉള്ള ഒരു നായകൻ. ഇതാണ് സിനിമയിൽ വരുന്നത്. പിന്നെ ആ ഒരു സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ പേരും സിനിമയായിട്ട് കാണുന്നവർക്കും ഒരു ബന്ധം തോന്നാൻ ചാൻസ് ഇല്ല. കാരണം സുഖമാണ് എന്നാണ് സിനിമയുടെ പേര്. ബട്ട് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ ഒരു സുഖമൊന്നും തോന്നിയില്ല. ഓണസ്റ്റ്ലി എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരു ഷോർട്ട് ഫിലിമിനെ വലിയൊരു സിനിമയാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഡയറക്ടർ എന്നേ പറയാനുള്ളൂ. ആൻഡ് നിവിൻ എന്ന പുള്ളിയാണ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ടിപ്പിക്കൽ, അതായത് എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് പടത്തിന് എന്താണ് വേണ്ടത്, ഒരു ടൈറ്റിൽ ട്രാക്ക് എല്ലോ, അതുപോലെ ഒരു കേരളീയ വൈബിലുള്ള ഒരു ചെറിയൊരു കൊച്ചു പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് പറയാനുള്ള മ്യൂസിക് കാര്യങ്ങളിൽ എപ്പോഴും കണ്ട് നമ്മൾ മടുത്ത ആ ഒരു മ്യൂസിക്കും പരിപാടി തന്നെയായിരുന്നു പടത്തിലുണ്ടായിരുന്നത്. പിന്നെ ഈ സിനിമയിൽ 1-2 മരണ വീട്ടിലെ സീനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ജൂനിയർ ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ അഭിനയിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അസഹനീയം പോലെ എനിക്ക് തോന്നി. കാരണം ഒരു നാച്ചുറാലിറ്റി, ഒരു മരണ വീട്ടിലൊരു നാച്ചുറാലിറ്റി ആയിട്ടെങ്കിലും വേണ്ടേ. ഒരു നാച്ചുറൽ, തുടക്കം തൊട്ടേ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ആക്ട് ചെയ്ത് കൊളാക്കി വേണം പറയാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ സിനിമയിലൂടെ പറയുമ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനൊന്നുമില്ല. സിനിമ പെട്ടെന്ന് തീർന്നതിന് എങ്ങനെയെങ്കിലും വലിയ ഉപകാരം എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇതിൽ ദേവിക സഞ്ജയ് ഉണ്ട്. ഒരു ക്രിഞ്ചി ക്യാരക്ടറാണ്. പ്രത്യേകിച്ച് വലിയ ഗുണമുള്ള കാര്യങ്ങളൊന്നും സിനിമയിൽ ചെയ്തിട്ടില്ല. കാരണം ഇപ്പം പലപ്പോഴും പെൺകുട്ടികളെ ഒരാൾ സുന്ദരിയാണെന്ന് പറയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്താലും സുന്ദരിയൊക്കെ തന്നെയാണ്. ബട്ട് ആ ഒരു സിനിമ ഒരു ക്യാരക്ടറോടൊക്കെ വരുമ്പം അതിനോട് തീർച്ചയായിട്ടും നീതി പുലർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ 100% ഞാൻ പറയുന്നത്. കാരണം സിനിമയെ അതായത് സിനിമയിൽ എടുത്ത് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറി കൊള്ളാം. അതായത് ഈ ഒറ്റപ്പെട്ടിരിക്കുന്നവരോടുള്ള സംസാരം, അല്ലെങ്കിൽ ലോൺലി ആയിട്ട് നടക്കുന്നവരെ അഡ്രസ്സ് ചെയ്യുന്ന എങ്ങനെയാണ്, അല്ലെങ്കിൽ പേരൻസ് ഇല്ലാത്തവരൊക്കെ എങ്ങനെ നോക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സും കാര്യങ്ങളും ഇല്ലാത്ത ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ളവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട് സിനിമയിൽ. ബട്ട് എന്നിരുന്നാലും ആ ഒരു മേക്കിംഗ്, അല്ലെങ്കിൽ ആ എടുത്ത ഒരു രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയില്ല. കണ്ടിരുന്നപ്പോൾ തന്നെ ചില സമയങ്ങളിൽ ഞാനിങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും സിനിമ തീർന്നാൽ മതിയാന്നുണ്ടായി. കാരണം പ്രത്യേകിച്ച് ഗുണമുള്ള ഒന്നും ഇല്ല സിനിമയിൽ. പക്ഷേ അവരുടെ ആ ഒരു ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഡെലൂഷണലായിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. അത് ബേസ് ചെയ്ത് ആ ഒരു സംസാരം കേൾക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളിപ്പോൾ ഒരു ഐഡിയ കൊണ്ടുവരും, പക്ഷെ ആ ഐഡിയ എത്രമാത്രം സക്സസ്ഫുൾ ആവണമെന്നില്ലല്ലോ. അങ്ങനെ ഒരു വളരെ കൊച്ചു ഷോർട്ട് ഫിലിം പോലത്തെ ഒരു സിനിമയാണ് സുഖമാണ്. അപ്പോൾ അത് ഒരു രീതിയിൽ സുഖമില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് എന്തായാലും ഒരു സുഖം, അത്യാവശ്യമുള്ളൊരു നല്ല സുഖമൊന്നും എടുത്തില്ല സിനിമ കണ്ടപ്പോൾ. കാരണം എനിക്ക് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് വലിയ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പം സുഖമാണോ, ഞാൻ തന്നെ ഒറ്റയ്ക്ക് സുഖമാണ്. പിന്നെ ജഗദീഷിൻ്റെ റോളൊക്കെ ഉണ്ട്. ജഗദീഷ് ഒരു ഓഫീസർ ടൈപ്പിലാണ് വരുന്നത്. ഇത് ആസ് യൂഷ്വൽ ഓഫീസർ ടൈപ്പ് പോലെയൊക്കെ ഒന്നും എനിക്ക് തോന്നിയില്ല.
സാധാരണ മുമ്പ് ഈ രഞ്ജി പണിക്കറൊക്കെ ചെയ്യണ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ അങ്ങനെ ഇതൊന്നുമില്ല, ഒരു നോർമൽ ഓഫീസറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ സ്ഫടികൻ ജോർജിൻ്റെ കുറച്ച് സീൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ 1-2 സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അവരും എന്താ പറയുക, അഭിനയിച്ചതായിട്ട് തോന്നില്ല. അവർ ചില സമയങ്ങളിലൊക്കെ ഒരു എന്തിനോ വേണ്ടി ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ നോബി മാർക്കോസ് ഉണ്ട്. നോബിയുടെ കുറച്ച് മറ്റേ പഴയ കോമഡി സ്റ്റാഴ്സിൽ കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്, ചിരിച്ച് തുപ്പിപ്പോകുന്ന കോമഡികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിരിയും വന്നില്ല, കരച്ചിലും വന്നില്ല. ഞാനിങ്ങനെ നിശബ്ദനായി കണ്ടുകൊണ്ടിരുന്നു, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. മൊത്തത്തിൽ ഒരു വലിയ സുഖമൊന്നുമില്ലാത്ത ഒരു സുഖമാണോ സുഖമാണ് എന്ന സിനിമയാണ് ഈ ഒരു കൊച്ചു ഷോർട്ട് ഫിലിം.